ടി പി ശ്രീനിവാസൻ, വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ ബൈഡന്റെ പിന്മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതൊരു കഴിഞ്ഞ ഒരാഴ്ചയോടുകൂടി അതൊരു തീരുമാനമായത് തന്നെയായിരുന്നു. അതിന്റെ ചില കൺക്ലൂഷൻ ഇപ്പൊ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വാഷിംഗ്ടണിൽ തന്നെയായിരുന്നു ഈ സമയത്ത്. ഞാൻ ന്യൂയോർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വാർത്തകളൊന്നും ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ ഇത് സംഭവിക്കാനുള്ളതായിരുന്നു. വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി പരാജയപ്പെടുന്നതിന്റെ കാരണമാകാൻ ബൈഡൻ തീർച്ചയായും ആഗ്രഹിക്കുന്നില്ലല്ലോ. എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയും എല്ലാ വശത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിഡ്രോ ചെയ്തത് വളരെ നാച്ചുറലാണ്. അത് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് തീർച്ചയായും വ്യക്തമായിരുന്നതാണ്. വിശേഷിച്ചും അദ്ദേഹത്തിന്റെ പണം കൊടുക്കുന്ന ഫൈനാൻഷ്യൽസ് പലരും വിഡ്രോ ചെയ്തു. അതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തോട് വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെട്ടു. തുടർന്നതുകൊണ്ട് ഒരു ഗുണവും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടാവുകയില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചെറിയ ചാൻസ് എങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അവരിങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അത് അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ ഇനി ആരാണ് വരുന്നത്, ആരായിരിക്കും കാൻഡിഡേറ്റ്, എങ്ങനെയാണ് ഇലക്ഷൻ പോവുക എന്നുള്ളതൊക്കെ ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ ബൈഡൻ പോകും എന്നുള്ളത് തീർച്ചയായിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ. താങ്കൾ ഇപ്പോൾ അമേരിക്കയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചു.